ദൈവ തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവകൃപയാൽ ഉൽപ്പത്തി പുസ്തകം നമുക്ക് വായിച്ചു തീർക്കുവാൻ ഇടയായി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പൂർണ്ണമായ ഒരു സമ്മറിയാണ് ഇവിടെ നൽകുന്നത്. ഈ പുസ്തകം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ അത് നമ്മെ സഹായിക്കും. ഉൽപ്പത്തി പുസ്തകം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ തുടക്കമാണ്. ദൈവം ആരാണ്, മനുഷ്യൻ ആരാണ്, ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ ആരംഭിച്ചു, എങ്ങനെ തകർന്നു, പിന്നെ എങ്ങനെ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ഈ പുസ്തകം വിശദമായി പറയുന്നു. ആദിയിൽ ദൈവം സർവശക്തനായ സൃഷ്ടാവായി പ്രത്യക്ഷപ്പെടുന്നു. അവൻ ശൂന്യതയിൽ നിന്ന് സൃഷ്ടി ഉണ്ടാക്കുകയും അതിൽ ക്രമവും സൗന്ദര്യവും സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവൻ സൃഷ്ടിച്ച എല്ലാം നല്ലതാണെന്ന് പ്രഖ്യാപിക്കുന്നു. മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അതുവഴി മനുഷ്യന് പ്രത്യേകമായ മഹത്വവും ഉത്തരവാദിത്വവും നൽകി. മനുഷ്യന് ദൈവത്തോടൊപ്പം അടുത്ത ബന്ധത്തിൽ ജീവിക്കാൻ അവസരം ലഭിച്ചു. എന്നാൽ ഈ സമ്പൂർണ്ണ ബന്ധം ഏറെ വേഗത്തിൽ തകരുന്നു. ആദാമും ഹവ്വായും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാതെ സ്വന്തം ഇഷ്ടം തിരഞ്ഞെടുത്തു. ഈ അനുസരണക്കേട് പാപത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഇതോടെയാണ് ആദ്യമായും ഏറ്റവും പ്രധാനമായും ദൈവത്തോടുള്ള വേർപാട് സംഭവിച്ചത്. പാപം മനുഷ്യനും ദൈവത്തിനുമിടയിൽ ഒരു ദൂരമുണ്ടാക്കി. മുമ്പുണ്ടായിരുന്ന അടുപ്പം ഭയത്തിലേക്കും കുറ്റബോധത്തിലേക്കും വഴിമാറി. ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിച്ചു. ഇത് ആത്മീയ വേർപാടിൻ്റെ വ്യക്തമായ അടയാളമാണ്. ഈ വേർപാട് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലും പ്രകടമായി. കയീൻ തൻ്റെ സഹോദരനായ ഹാബേലിനെ അസൂയ കാരണം കൊന്നു. ഇതോടെ മനുഷ്യർക്കിടയിലെ വേർപാട്, വൈരാഗ്യം, അക്രമം എന്നിവയിലേക്ക് വ്യാപിച്ചു. പാപം വ്യക്തിഗതമായതല്ല, അത് സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്നതാണെന്ന് ഇവിടെ കാണാം. കാലക്രമേണ മനുഷ്യരുടെ ദുഷ്ടത വർദ്ധിച്ചു. നോഹയുടെ കാലത്ത് ഭൂമി അക്രമവും അഴുക്കും കൊണ്ട് നിറഞ്ഞിരുന്നു. അതിനാൽ ദൈവം പ്രളയം വഴി ന്യായവിധി വരുത്തി. എന്നാൽ ഈ വിധിയിലും ദൈവത്തിൻ്റെ കരുണ കാണാം. നോഹയെയും അവൻ്റെ കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. അതുവഴി മനുഷ്യരാശി വീണ്ടും തുടർന്നു. ഇതിലൂടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നീതിയും കരുണയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായി കാണാം. പാപം വിധിയെ കൊണ്ടുവരുന്നു. എന്നാൽ ദൈവം ഒരിക്കലും തൻ്റെ കൃപ പൂർണ്ണമായി പിൻവലിക്കുന്നില്ല. ബാബേൽ ഗോപുരത്തിൻ്റെ സംഭവം മനുഷ്യരുടെ അഹങ്കാരത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. മനുഷ്യർ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി സ്വയം മഹത്വം നേടാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഫലമായി ദൈവം അവരുടെ ഭാഷകൾ കലക്കി, അവരെ ഭൂമിയിലാകെ ചിതറിച്ചു. ഇത് മറ്റൊരു വേർപാടിന് കാരണമായി. മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയം തകർന്നു. അങ്ങനെ പാപം ദൈവത്തിൽ നിന്ന് മാത്രമല്ല, മനുഷ്യരിൽ നിന്നുള്ള വേർപാടിനും കാരണമാകുന്നു. ഉൽപ്പത്തി 12 മുതൽ ദൈവത്തിൻ്റെ പുനഃസ്ഥാപന പദ്ധതി വ്യക്തമായി ആരംഭിക്കുന്നു. ദൈവം അബ്രഹാമിനെ വിളിച്ച് അവനെ തൻ്റെ നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും വേർപിരിയാൻ ആവശ്യപ്പെടുന്നു. ഈ വേർപാട് ഒരു ശിക്ഷയല്ല, മറിച്ച് ഒരു ദൈവിക വിളിയാണ്. ദൈവം അവനെ ഒരു വലിയ ജാതിയാക്കുമെന്നും അവൻ മുഖാന്തരം ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രധാന കേന്ദ്ര വിഷയം: ദൈവത്തിൻ്റെ നിയമവും വാഗ്ദാനവും. അബ്രഹാമിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ യാത്രയാണ്. ചിലപ്പോൾ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, ചിലപ്പോൾ സംശയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. ഈ വാഗ്ദാനം ഇസഹാക്കിലേക്കും പിന്നീട് യാക്കോബിലേക്കും നീളുന്നു. യാക്കോബിൻ്റെ ജീവിതം പോരാട്ടങ്ങളും വഞ്ചനകളും നിറഞ്ഞതാണ്. അവൻ തൻ്റെ സഹോദരനായ ഏശാവിൽ നിന്ന് വേർപിരിയേണ്ടി വന്നു. എന്നാൽ ദൈവം അവനെ വിട്ടുകളഞ്ഞില്ല. യാക്കോബ് ദൈവത്തോടുള്ള വ്യക്തിപരമായ അനുഭവത്തിലൂടെ മാറ്റപ്പെട്ടു. അവൻ ദൈവത്തോട് പോരാടി. തുടർന്ന് അവൻ്റെ പേര് ഇസ്രായേൽ എന്ന് മാറ്റപ്പെട്ടു. ഇതൊരു പുതിയ തിരിച്ചറിവിനെയും ആത്മീയ മാറ്റത്തെയും സൂചിപ്പിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റം ദൈവ സാന്നിധ്യത്തിലൂടെയാണ് സംഭവിക്കുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമാണ്. കുടുംബത്തിലെ സംഘർഷങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആവർത്തിച്ച് കാണപ്പെടുന്നു. കയീനും ഹാബേലും, അബ്രഹാമും ലോത്തും, സാറയും ഹാഗാറും, ഇസ്ഹാക്കിൻ്റെയും ഇസ്മായിലിൻ്റെയും ബന്ധം, യാക്കോബും ഏശാവും, റാഹേലും ലേയിയും, യാക്കോബും ലാബാനും, യോസേഫും സഹോദരന്മാരും, എല്ലായിടത്തും അസൂയ, പക്ഷപാതം, സ്വാർത്ഥത എന്നിവ കാണാം. ഇവയെല്ലാം വേർപാടിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ ഫലമായി കുടുംബ ബന്ധങ്ങൾ തകരുകയും വേദനയും ദുരിതവും ഉണ്ടാകുകയും ചെയ്യുന്നു. യോസെഫിൻ്റെ കഥ
ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാഗങ്ങളിൽ ഒന്നാണ്. സഹോദരന്മാർ അവനെ അസൂയ കൊണ്ട് വിറ്റുകളഞ്ഞു. അവൻ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു, അടിമയായി, പിന്നീട് തടവുകാരനായി. അവൻ അനീതിയും വേദനയും അനുഭവിച്ചു. എന്നിരുന്നാലും ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അവസാനം യോസേഫ് മിസ്രൈമിൽ ഉയർന്ന സ്ഥാനത്ത് എത്തുന്നു. ക്ഷാമകാലത്ത് അനേകം ജീവനുകൾ രക്ഷിക്കാൻ ദൈവം അവനെ ഉപയോഗിക്കുന്നു. സഹോദരന്മാർ ചെയ്ത ദോഷം പോലും ദൈവം നന്മയായി മാറ്റുന്നു. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാന പാഠങ്ങളിലൊന്നാണ്. ദൈവത്തിൻ്റെ ആധിപത്യം എല്ലാറ്റിനും മുകളിലാണ്. പുസ്തകത്തിൻ്റെ അവസാനത്തിൽ പുനഃസ്ഥാപനവും ക്ഷമയും കാണാം. യോസേഫ് തൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കുന്നു. ഇതോടെ വേർപാട് അവസാനിക്കുകയും ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നു. ക്ഷമയിലൂടെ സമാധാനം ലഭിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ ഹൃദയം പ്രതിഫലിപ്പിക്കുന്നു. വേർപാടോട് തുടങ്ങിയെങ്കിലും പുനഃസ്ഥാപനത്തോടെ ഉൽപ്പത്തി അവസാനിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത വ്യക്തമാണ്. മനുഷ്യർ തെറ്റിയാലും ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. അവൻ്റെ പദ്ധതി തലമുറകളിലൂടെ തുടരുന്നു. അബ്രഹാമിൽ ആരംഭിച്ച വാഗ്ദാനം തുടർച്ചയായി നിറവേറുന്നു. ഈ പുസ്തകം വിശ്വാസവും അനുസരണവും പഠിപ്പിക്കുന്നു. അബ്രഹാം അറിയാത്ത സ്ഥലത്തേക്ക് ദൈവത്തിൽ വിശ്വസിച്ച് പോയി. യാക്കോബിനെ ദൈവം വഴിമാറ്റി. യോസേഫ് കഷ്ടതകളിലും വിശ്വസ്തനായി നിന്നു. ഇവയൊക്കെയും വിശ്വാസ ജീവിതത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. പാപത്തിൻ്റെ ഫലങ്ങൾ എല്ലായിടത്തും കാണാം. വേർപാട്, വേദന, സംഘർഷം, മരണം. എന്നാൽ അതിനൊപ്പം ദൈവത്തിൻ്റെ കൃപയും കരുണയും കാണാം. ദൈവം മനുഷ്യനെ തിരികെ തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇത് ഈ പുസ്തകത്തിൻ്റെ പ്രധാന സന്ദേശമാണ്. ഇന്നത്തെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് വേർപെടുന്നതാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. ഇത് ബന്ധങ്ങളിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. എന്നാൽ ദൈവം പുനഃസ്ഥാപനം ആഗ്രഹിക്കുന്നു. അവൻ മനുഷ്യനെ വീണ്ടും തൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിലെ പോരാട്ടങ്ങളും വൈകിപ്പിക്കലുകളും ദൈവത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം ദൈവത്തിൻ്റെ മഹത്തായ രക്ഷാപദ്ധതിയുടെ തുടക്കമാണ്. പാപം വേർപാട് ഉണ്ടാക്കുമ്പോഴും ദൈവം പുനഃസ്ഥാപനം ആരംഭിക്കുന്നു. ഈ പുസ്തകം പ്രത്യാശയോടെ അവസാനിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അവൻ്റെ പദ്ധതി ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.